ഇല്ല, ഇതിപ്പോൾ കേരളത്തിൽ മൊത്തം ചർച്ച ചെയ്തതാണ്. നമ്മുടെ പഴയ MLA ആയ ഐഷാപ്പറ്റി എന്നാണ് നമ്മുടെ ഐഷാപ്പറ്റി MLA ഇപ്പോൾ ഒരു കോൺഗ്രസിൽ ചേർന്നു. വാസ്തവത്തിൽ എനിക്കിപ്പോഴും അതിങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെ, നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെ ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ. അവർ കോൺഗ്രസിൽ പോകുന്ന സ്വപ്നം കാണാൻ പറ്റത്തില്ല. ഞാൻ ഈ മാസം ജനുവരി മാസം തന്നെ 2 പ്രാവശ്യമെങ്കിലും അവരുടെ അടുത്ത് പോകുന്നു. സാധാരണ പോകുന്നതാണ്, മണിക്കൂറുകളിൽ നിന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പോയി എന്നുള്ളത് നമുക്കൊരു ഞെട്ടലും ഒരു വിഷമവും ഒക്കെ ഉണ്ടാക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനെ നമ്മുടെ കുടുംബത്തിലെ ഒരാൾ എല്ലാ സൗകര്യങ്ങളും പിന്തുണയും എല്ലാം കൊടുത്ത് 10,000-കണക്കിന് നമ്മുടെ സാധാരണ പ്രവർത്തകർ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവർ 3 പ്രാവശ്യം MLA ആയി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ഒരാൾ പോകുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്തിനാണ് പോയെന്ന് ഇപ്പോഴും ഒരു റീസണബിളായ ലോജിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ പ്രശ്നം? എനിക്കെന്താ വെച്ചാൽ വ്യക്തിപരമായ അടുപ്പെന്ന് ഞാൻ പറഞ്ഞാൽ 2006-ലാണ് അവരാദ്യമായിട്ട് MLA അസംബ്ലി മത്സരിക്കുന്നത്. 2006 ഈ മണ്ഡലത്തിൻ്റെ ചുമതലയിരിക്കുക. ഞാനന്ന് DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്, പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. ഇവിടുത്തെ മണ്ഡലത്തിൻ്റെ ചുമതല സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ കൊല്ലം ജില്ലാ കമ്മിറ്റി എനിക്കാണ് 2011. അത് കഴിഞ്ഞ് 2006 മുതൽ 2010 വരെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കൊട്ടാരക്കര മണ്ഡലത്തിന് ഒരു പ്രത്യേക പ്രയോറിറ്റി കൊടുത്ത് തന്നെ കാര്യങ്ങൾ വരുന്നതിനകത്ത് ഇടപെടാൻ അവിടുന്ന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ അന്ന് പിടിച്ചെടുത്തൊരു സീറ്റാണ്. 2011 അന്നും ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഞാനപ്പോൾ MP ആയി, പിന്നെ രാജ്യസഭ MP ആണ്. ആ സമയത്തും എനിക്ക് ഈ മണ്ഡലം തന്നെ ചേർന്നത്. ഇവിടെ ഞാൻ അന്ന് വർക്ക് ചെയ്തതാണ്. 2016 ഇവർ മാറുമോ ഇല്ലയോ എന്നൊക്കെ ഒരു വാർത്ത വന്നിരുന്നു. വാസ്തവത്തിൽ ഞാൻ ജില്ലാ സെക്രട്ടറി അപ്പോൾ ഞങ്ങളൊന്നും മാറ്റാനല്ല ആലോചിച്ചത്, തുടരാൻ തന്നെയാണ്. ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ സെക്രട്ടറി ആയപ്പോഴും ഈ മണ്ഡലം പ്രത്യേകിച്ച് ചുമതല. അപ്പോൾ 3 തെരഞ്ഞെടുപ്പിലെ എല്ലാ രാഷ്ട്രീയ ചുമതലയും പ്രത്യേകിച്ച് 2006 മുതൽ ചുമതല വഹിച്ച ഒരാളാണ്. എല്ലാ കാര്യവും എടുത്ത് പറയാവുന്ന ഞാൻ പറഞ്ഞത് നിങ്ങളെൻ്റെ സഹോദരി പോലെ തന്നെയല്ലേ, മൂത്ത ചേച്ചിയെ പോലെ. അതുകൊണ്ട് പിന്നെ എന്ത് കാര്യം അങ്ങനെ എളുപ്പമുള്ളതാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെടുത്തു. പാർട്ടി ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്നു. പാർട്ടി ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം പേര് വരുന്നതല്ല. കൊല്ലം ജില്ലയിൽ 42 പേരേ ഉള്ളൂ ആ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. ഈ മഹിളാ അസോസിയേഷൻ എന്ന് പറയുന്ന മഹിളാ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ നിന്ന് ഇതുവരെ ആരും ആ എക്സിക്യൂട്ടീവ് വന്നിട്ടില്ല. കൊട്ടാരക്കരയിൽ നിന്നും കൊട്ടാരക്കര താലൂക്കിൽ നിന്ന് മഹിളാ അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് വന്നേക്കുന്ന ആളുകളില്ല. അത്ര ഉയർന്ന പോസ്റ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറയും. ബാർ അസോസിയേഷൻ, നമ്മുടെ പിന്നെ ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, മഹിളാ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ബാർ കോഴ്സ് മെമ്പർ, അങ്ങനെ പ്രവർത്തിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെയാണ്. നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെ തന്നെ ഞാൻ കാണുന്നത് മാത്രമല്ല പാർട്ടിക്കാർ. അങ്ങനെ ഒരാൾ കോൺഗ്രസിനകത്തേക്ക് പോകുമെന്ന് പറയുമ്പം എനിക്കതിനകത്ത് വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ സ്ഥിതി എന്താവും, കോൺഗ്രസ്സുകാർ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നതെന്നുള്ള ആശങ്ക ഞാൻ തുറന്നു പറയുകയാണ്. കാരണം കോൺഗ്രസിനകത്തൊന്നാമത് വ്യക്തി എന്ന നിലയിൽ എവിടെയും പോവാം. പക്ഷെ കോൺഗ്രസ്സാണ് അവർ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവരെ മോശമായി പറഞ്ഞിട്ടുള്ളവരാണ് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നു. ഈ നാട്ടിലെ സാധാരണ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും പൊതുവിൽ നമ്മുടെ നാടിനും അപകടകരമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളുടെ മാത്രമല്ല പൊതുവിൽ കാണുന്നതാണ്. കൂടെ നിൽക്കുന്ന ആളുകളോടുള്ള അവരുടെ ആ പാർട്ടിയിലെ തന്നെ ബന്ധങ്ങളും പ്രശ്നങ്ങളും നമ്മൾ കാണുകയാണ്. അപ്പോൾ അങ്ങനൊരു പാർട്ടിക്കകത്ത് പോയിട്ട് അവരോ ആ പാർട്ടിയോ ഈ നാട്ടിലെ ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്നതാണ്, സാധാരണക്കാരുടെ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാത്ത, എല്ലാ പൊതുമേഖലയും തകർക്കുന്ന, തൊഴിലാളികൾക്ക് എതിരായി നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇത്രയും കാലം ഈ പാർട്ടി നിൽക്കുന്ന ഒരാൾക്ക് പോയിട്ട് മനസ്സമാധാനത്തോടെ നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അവർ പോയി എന്നുള്ളതല്ല. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ, നമ്മുടെ ഒരു വീട്ടിൽ ഒരു ജ്യേഷ്ഠ സഹോദരി, കുടുംബത്തിൽ എല്ലാവരുടെയും സ്നേഹം, എല്ലാവരും പിന്തുണ കൊടുത്ത് നിന്നൊരാൾ നേരെ നമ്മളെ തകർക്കാൻ നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോയി ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക വിഷമമുണ്ടല്ലോ, അത് വളരെ വലുതാണ്. പിന്നെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ ഒരു പാമ്പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഞങ്ങളെല്ലാവരുമായിട്ട് റെഗുലറായിട്ട് കോൺടാക്ട് ഉള്ളതായിരുന്നു. അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യമൊന്നുമില്ല. കാരണം വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തതിനകത്തുള്ള ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ വീട്ടിലെ നമ്മുടെ മൂത്ത സഹോദരി, ഏറ്റവും കൂടുതൽ ആ സഹോദരിക്കാണ് ബാക്കി എല്ലാവരും കൂടി അവർക്ക് എല്ലാ കാര്യങ്ങളും കൊടുത്തു. എന്തെങ്കിലും ഒരു കാര്യം തോന്നിയാൽ തന്നെ അങ്ങനെ പോകാൻ പാടില്ല. ഇതൊന്നും ഒരു ദിവസം ഇങ്ങനെ ചില വാർത്തകൾ വരുമ്പോൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ അവരോട് സംസാരിക്കാതല്ല. എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ്. ഇത് വ്യക്തികളല്ലേ, മനുഷ്യരല്ലേ, നമ്മൾക്ക് മനുഷ്യത്വമില്ലേ, പരസ്പര ബന്ധങ്ങളില്ലേ, എങ്ങനെ പോകാൻ പറ്റും? അത് വെറുതെ ഒരു കാര്യം രാഷ്ട്രീയമായി തർക്കം പറയുന്നതിൻ്റെ പ്രശ്നമാണ്. ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് തന്നെ രാഷ്ട്രീയമായി നിങ്ങൾക്ക് കാര്യം എഴുതുമ്പോൾ തന്നെ വ്യക്തിപരമായ പ്രശ്നമില്ലേ? അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് ഈ നാട്ടിൽ 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്നതല്ലേ ഓരോരുത്തർക്കും. ഇപ്പം ഞാൻ MLA ആയി, മന്ത്രിയായി, വേറൊരാൾ മന്ത്രിയായി, വേറൊരാൾ പഞ്ചായത്ത് മെമ്പറായി.
ഒന്നും ആവാത്ത എത്രയോ പേരുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ സഹാക്കൾ എത്രയോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ സഹാക്കളുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ പ്രവർത്തിച്ചല്ലേ ഓരോരുത്തരും ആവുന്നത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ പെരുമാറുമ്പം നാളെ അവർക്കതിന് വിഷമം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇങ്ങനൊരു കൂട്ടത്തിൽ ചെന്നിട്ട് അവിടെ നിൽക്കുന്ന ആളുകളെ തന്നെ കൈകാര്യം ചെയ്തിങ്ങനെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പം അത് ഒരാൾക്കൊരു വ്യക്തിത്വം ഇത്രയും കാലം അവരെ പറ്റിയുള്ള സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ഉണ്ടാകുന്നത് എങ്ങനെ മാറും ആളുകളുടെ മനസ്സിൽ? അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഇടതുപക്ഷത്തിൻ്റെ MLA എന്ന നിലയിൽ BS-ൻ്റെ ഗവൺമെൻറ്റിൻ്റെയും ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ വികസന കാര്യങ്ങളുണ്ടെന്നും അവർ MLA ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊല്ലം ജില്ലയിലെ ഇത്രയും കാലം ജനാധിപത്യ വേദി ഇരുന്നിട്ടുള്ള ഒരാളുമില്ല. തീർച്ചയായും അവർ ഈ സമൂഹത്തിന് വേണ്ടി പാർട്ടിക്ക് വേണ്ടി പാർട്ടി എല്ലാവരും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, ഇടതുപക്ഷം പ്രവർത്തിച്ചിട്ടുണ്ട്. അതവർ മനസ്സിൽ കാണേണ്ടതായിരുന്നു എന്നുള്ളത് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. വേറെ ഒരു കാര്യമില്ല. കാരണം ജനങ്ങളുടെ മുന്നിലാണ് ഇതില്ല. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത്രയും കാലം നമ്മളെല്ലാം എതിർക്കാനും തകർക്കാനും നിന്ന കോൺഗ്രസിൻ്റെ അടുത്തേക്ക് എന്നിട്ട് നമ്മുടെ വിഷമം തീർക്കാൻ പറ്റും. ഇതിനകത്ത് ചില വിഷമങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ, പക്ഷേ ഇതിനെ ആകെ തകർക്കാൻ നിൽക്കുന്ന ആളെടുത്ത് ചെന്നാൽ വിഷമം മാറും. വിഷമം കൊടുത്തല്ലേ ഉള്ളൂ. അതാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. അങ്ങനെ വാസ്തവത്തിൽ ഇത് ഇങ്ങനെ നിങ്ങളുടെയൊക്കെ ഒരു വീട്ടിലുണ്ടാകുന്ന സംഭവം പോലെ കാണണം. അങ്ങനെ ഒരിക്കലും നമ്മളെ തള്ളി നമ്മുടെ ശത്രുക്കളുടെ കൂടെ പോയി നമ്മളെ തകർക്കാൻ നിൽക്കുന്ന ആളുകളുടെ കൂടെ പോയി ചേരാനേ പാടില്ലായിരുന്നു. അതേ ഉള്ളൂ പറയാം. ഇതിനകത്ത് വരുമ്പോൾ രാഷ്ട്രീയമല്ലേ, ഇടതുപക്ഷവും വലതുപക്ഷവും കോൺഗ്രസ്സിന് ഒപ്പം നിൽക്കുന്നവർ കോൺഗ്രസ് ആയിട്ടും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നവർ ഇടതുപക്ഷമായിട്ടും വലിയ രാഷ്ട്രീയം വരും. അപ്പോൾ നാട്ടിലെ സാധാരണക്കാർ ഇപ്പം ഇന്ന് ഞാനൊരു ചെറിയ ഒരു കടയിൽ ചെറിയ ചായക്കട, അപ്പം ഞാൻ അവിടുത്തെ ഇച്ചിരി പ്രായമായ ഒരു ഒരമ്മയാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നെ മനസ്സിലായോ? ഒരു വീട്ടിൽ പോയപ്പോഴേ മനസ്സിലായി. പിന്നെ ഞങ്ങൾക്ക് ഞാനല്ലോ സാറല്ലേ 400 രൂപ ഗവൺമെൻറ്റില്ലേ കൂട്ടി തന്നേ. ഞാൻ പറഞ്ഞു ഈ ഗവൺമെൻറ് ചെയ്തൊരു കാര്യം അവർ പറഞ്ഞതാണ്. എന്നെ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നല്ലേ വിചാരിച്ചത്. ഈ ഗവൺമെൻറ് ഇപ്പം ഞങ്ങൾക്ക് 400 രൂപ കൂട്ടി തന്നില്ലേ, അത് ക്ഷേമ പെൻഷനാണ്. ഇവർക്കൊരു 85 വയസ്സെങ്കിലും. ഈ ഗവൺമെൻറ്റിനെ പറ്റി ആളുകൾ അങ്ങനെ ഇരിക്കുന്നത് ഈ സാധാരണക്കാരുടെ കാര്യത്തിൽ നിൽക്കുകയാണ്. ഇവിടെ 18 മാസക്കാലം പെൻഷൻ കൊടുക്കാതെയും ഇത് മൊത്തം തകർക്കാനൊക്കെ നിൽക്കുന്ന ആളുകളാണ് നല്ലതെന്ന് വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു തോന്നിക്കഴിഞ്ഞാൽ അതൊരു വിഷമമുള്ള കാര്യമാണ്. നിങ്ങൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഞാനിപ്പോഴും കരുതുന്നില്ല. കാരണം ഇങ്ങനെ വന്നൊരു സംഭവം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. അതെന്തായാലും അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യം. രാഷ്ട്രീയം തന്നെയാണ് കേരളത്തിലെ. അല്ല, ബഹുമാനം കൊടുക്കുന്ന ഒരാൾ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ വ്യക്തിപരമായിട്ട് മോശപ്പെടുത്തി പറയുന്നില്ലെന്നേ പറഞ്ഞുള്ളൂ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇത്രയും മോശമായ രാഷ്ട്രീയം കാണിക്കുന്ന കോൺഗ്രസിൻ്റെ കൂടെ സഹകരിക്കുന്ന ആളുകൾ ആ രാഷ്ട്രീയമില്ലേ. കേരളത്തിലെ ആളുകളെ തകർക്കാനും കേരളത്തിലെ ക്ഷേമ പെൻഷനായാലും കേരളത്തിലെ വികസനമായാലും കേരളത്തിലെ പൊതുകാര്യങ്ങളും എല്ലാം തകർക്കാൻ നിൽക്കുന്ന ഒരാളെ ഒരു സംഘത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കൂടെ പോയി ചേരുക എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയമാണ്. അത് കേരളത്തിലെ ഈ മുഴുവൻ ആളുകളും. ഞാൻ വളരെ സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് എല്ലാ ബഹുമാനവും കൊടുത്ത് നിർത്തുന്ന നമ്മുടെ നാട്ടിലെ ഒരു സീനിയർ അംഗം, നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരി നേരെ അപ്പുറത്ത് പോയി നമ്മുടെ വീടിനെ തകർക്കാൻ, കുടുംബത്തിലെ എല്ലാവരെയും കൂടെ തകർക്കാൻ, ഈ നാടിനെ തകർക്കാൻ നിൽക്കുന്നവരുടെ കൂടെ ചേരുന്നത് ശരിയായൊരു കാര്യമല്ല. അതിനെന്തോ റീസൺ. അപ്പോൾ അത് വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നതല്ല വേണ്ടത്. അത് അവർക്ക് അവിടെ പോയിട്ടായാലും അതിൻ്റെ വിഷമം ഉണ്ടാവും. അങ്ങനെ അവർക്കങ്ങനെ ഇവരെ ഇത്രയും കാലം ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന മോശമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും അവരെ നല്ലതായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ള തരത്തിലാണ്. അല്ലാതെ വ്യക്തിപരമായ ബഹുമാനത്തില്ല. വ്യക്തികളെന്ന നിലയിൽ ഞാൻ നിങ്ങളെ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതല്ല വിമർശിക്കുന്നത്. അങ്ങനെ വിമർശിക്കുന്ന പരിപാടി നമുക്കില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് ജനങ്ങളുടെ മുന്നേ പറയാനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയത്തിലുണ്ടല്ലോ. ഇപ്പോൾ ഇതുവരെ ചെയ്ത എന്തോ നന്മയുണ്ടെങ്കിലും ആ നന്മ മുഴുവനും പോകുന്ന തരത്തിലേക്കുള്ള ഒറ്റ പ്രവർത്തനം മതിയല്ലോ. പിന്നെന്തോ നന്മയാണ്? ആ നന്മ നമ്മൾ എങ്ങനെ പെരുമാറുന്നു, ഏത് പ്രസ്ഥാനത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നേരെ പോയിട്ട് നമ്മുടെ നാടിന് ദോഷകരമായ ഒരു കാര്യം എടുക്കാൻ തീരുമാനമെടുക്കാൻ പോകുന്ന ആളുകളെ കാണുന്നത് അങ്ങനെ തന്നെയാണ്. അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതൊക്കെ ഈ അണികളും നേതാക്കളും ഈ അണികളാണ് നേതാക്കന്മാരെ ഉണ്ടാക്കുന്നത്. അണികളാണ് നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നത്. ഞാനതാ പറഞ്ഞു, നമ്മൾ ഓരോരുത്തരും പഞ്ചായത്ത് മെമ്പറെങ്കിലും ആവാൻ പറ്റുന്നത് തന്നെ വളരെ കുറച്ച് ആളുകൾ. ഒന്നിലും ആവാൻ പറ്റാത്ത എത്രയോ പേരാണ്. ഇന്നലെ ഒരു സഹ വന്നിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ മുദ്രാവാക്യം വിളിച്ചിട്ട് ജയിലിൽ പോയതാണ്. ഇങ്ങനെയുള്ള സഹകൾ ഇത് കണ്ടപ്പോൾ ആകെ അന്തം വിട്ടിട്ട് വിഷമിച്ചു വന്നു. വനിതാ സഹ അവർക്കൊക്കെ എന്താ വ്യക്തിപരമായി കിട്ടിയിട്ടുള്ളത്? അവരുടെ സൗകര്യം എന്താ? അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന് ഇപ്പോഴും വരുന്ന അവർ ഇത് കണ്ടപ്പോൾ, ഈ വാർത്ത കണ്ടപ്പം അതിനകത്ത് ഞെട്ടൽ ഉൾക്കൊള്ളാൻ പറ്റാതെ നേരെ പാർട്ടി ഓഫീസിൽ വന്നു. അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇവിടെ. അതാണ് അണികൾ. ഇപ്പം ഞാനൊന്ന് മര്യാദയ്ക്ക് ഒരു കാര്യം കാണിച്ചാൽ എൻ്റെ കൂടെ എല്ലാ അർത്ഥത്തിലും കൂടെ നിൽക്കും. ഞാനും അങ്ങനെയാണ്, ബാക്കിയുള്ളവർ അങ്ങനെ ആവണം.
അല്ലാതെ അണികൾ മാത്രം നിങ്ങളുടെ നയം മൊത്തം കോൺഗ്രസിന് അനുകൂലമായ പിന്നെ അണികൾ കാണും, ജനങ്ങൾ സാധാരണ കാണും. ഇല്ല, അതല്ല പ്രശ്നം. പക്ഷേ ഒരിക്കലും ആ തരത്തിൽ കാണിക്കുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തിനാ പോയത് അറിഞ്ഞോളൂ. അത് വ്യക്തിപരമായി അങ്ങനെ അബദ്ധത്തിലാണ് പോയി ചാടിയെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം. ഞാൻ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഒരിക്കലും പോകാൻ പാടില്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത ഒരു അബദ്ധത്തിൽ പോയി ചാടാൻ പാടില്ലായിരുന്നു എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അത് അങ്ങനെ പോകുമ്പം ചെന്ന സ്ഥലത്ത് ആ തരത്തിലൊന്നും കാര്യമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ നല്ല തരത്തിൽ എല്ലാ പരിഗണനയും കൊടുത്ത് ഒരു സഖാവെന്ന നിലയിൽ എല്ലാ പരിഗണനയും കൊടുത്താണ് ഒരു MLA ആയിട്ടൊക്കെ ദീർഘകാലമൊക്കെ ഇതെന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞിട്ട് സാമാന്യം നല്ലതുപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലുള്ള പൊതുപ്രവർത്തനം നിൽക്കാൻ പറ്റുന്നതാണ്. പിന്നെ പൊതുപ്രവർത്തനം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നവരും അല്ലാത്തവരും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ളവർ നമ്മളൊരു ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പം ഇത്തരം വേദികൾ വരും, മറ്റേ സ്ഥിരമായ പ്രവർത്തനം ഉണ്ടല്ലോ, രണ്ട് തരത്തിൽ. അപ്പം എന്നാലും പ്രവർത്തിക്കാൻ പറ്റുന്നതാണ്. അതിനകത്ത് വേറെ ഒന്നും പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഞങ്ങൾ പറഞ്ഞില്ല, പാർട്ടി നേതാക്കന്മാരൊക്കെ വളരെ മിനിമമായ കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. എന്നാലും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ദുരിതം ഉണ്ടാക്കുന്നതാണ് UDF. ആ UDFിനകത്ത് സാധാരണഗതിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കണികയെങ്കിലുള്ള ആൾക്ക് മനസ്സമാധാനത്തോടെ നിൽക്കാൻ കഴിയില്ല, അവർക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല, അവർക്ക് വല്ലാത്ത മാനസിക സംഘർഷമാകും. കാരണം ഒരു ആത്മാർത്ഥതയും ഒരാളോടെയും അതിനകത്തേക്ക് നേതാക്കന്മാരോട് പോലും കാണിക്കാത്ത പ്രസ്ഥാനങ്ങളൊക്കെയാണ്. ഞാൻ ആ പ്രസ്ഥാനത്തെ കുറ്റം പറയില്ല. അങ്ങനെ